പേഴ്സൻ്റെ എനർജി മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ കാണുന്ന ഇതാണ്, താങ്കളുടെ പേഴ്സൺ ഒരു സമാധാനപരമായ ലൈഫ് ആഗ്രഹിക്കുന്നിട്ടാണ് കാണുന്നത്. അദ്ദേഹം ഇപ്പോഴുള്ള ഈ കാറും കോളും ഒക്കെ ഒതുക്കി ഒരു സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അതിൻ്റെ ആരോഗ്യം എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ആരോഗ്യത്തിനിട്ട കാർഡ് തന്നെ പുള്ളിക്കാരൻ്റെ വ്യക്തിയുടെ ആരോഗ്യം, നിങ്ങളുടെ പേഴ്സണിൻ്റെ ആരോഗ്യം അത്ര നല്ലതല്ല. ഇപ്പോൾ ആരോഗ്യപരമായിട്ട് ശകലം മോശമായ അവസ്ഥയിൽ അദ്ദേഹം ഫേസ് ചെയ്യുന്ന ആ വ്യക്തി ഫേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ആ വ്യക്തി എങ്ങനെയാണ് കാണുന്നത് നോക്കിയപ്പോഴത്തേക്ക് ഇതാണ് കാണുന്നത്, ഒരു ബർഡനായിട്ടാണ് കാണുന്നത്. ഒരു വളരെ നിങ്ങളെ അദ്ദേഹത്തിൻ്റെ ഒരു ബർഡനായിട്ട് കാണുന്നത്, അതൊരു ഭാരം പോലെ ഒരു എന്തോ. എന്നാലിത് വേറൊരു മീനിങ്ങും ഉണ്ട്, ഈ ബർഡൻ അവസാനിക്കുന്നുമുണ്ട്. ഇത് 10 ഓഫ് വൺസ് ആണ്. ഈ 10 ഓഫ് വൺസ് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 1ലേക്കാണ് വരുന്നത്. അപ്പോൾ അത് ആ ബർഡൻ അവസാനിക്കുന്നുമുണ്ട്. പിന്നെ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ പേഴ്സണിൻ്റെ തീരുമാനം അല്ലെങ്കിൽ എങ്ങോട്ടാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതാ കിട്ടിയത് 4 ഓഫ് സോഡ 4 ഓഫ് വൺസ് ആണ്. 4 ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു സക്സസ്ഫുൾ ഫാമിലി ലൈഫാണ് കാണുന്നത്. അപ്പോൾ ആ വ്യക്തി തീർച്ചയായിട്ടും താമസിയാതെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതാണ്, നിങ്ങളുമായിട്ടുള്ള ലൈഫ് ആരംഭിക്കുന്നതാണ്. അതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ അദ്ദേഹം യാതൊരുവിധ റിസ്ക്കും ഏറ്റെടുക്കുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് വിശ്വസിക്കാം, അധികം താമസിയാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരികയും നിങ്ങളുമായിട്ടുള്ള ലൈഫ് ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യാവുന്നതാണ്. ഇതൊക്കെ എല്ലാവരുടെ ലൈഫിലും വന്നു പോകുന്ന കാര്യങ്ങളാണ്. നമ്മളെങ്ങനെയാണ് ലൈഫിനെ കാണുന്നതെന്നും നമ്മളെ എല്ലാവർക്കും ഇതുപോലെ വരത്തില്ല. ഒരുപക്ഷെ ഏകദേശം കുറച്ച് ആൾക്കാർക്ക് വരും. ലൈഫിൽ ഒറ്റപ്പെട്ടു പോവുക, ലൈഫിൽ അങ്ങനെയൊക്കെ മിക്കവാർക്കും വരാവുന്നതാണ്. പിന്നെ നമ്മളെ യൂണിവേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരെ പരീക്ഷിക്കും. അതും തീർച്ചയായിട്ടും സംഭവിക്കുന്നതാണ്. നമ്മളെവിടെ നോക്കിയാലും നമ്മുടെ ഇതിൽ നോക്കിയാൽ ശ്രീകൃഷ്ണനാണെങ്കിലും ഭഗവാൻ ജനിച്ചതൊക്കെ എവിടെയാണ്? കാരാഗ്രഹത്തിലല്ലേ. അദ്ദേഹം എന്തുമാത്രം കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ സഹിച്ചു. അതേപോലെ ബൈബിളിലാണെങ്കിൽ ജോബിൻ്റെ അധ്യായം, അത് അദ്ദേഹം എന്തുമാത്രം ദുഃഖങ്ങളും സഹിച്ചു. അതുപോലെ എവിടെയൊക്കെ എന്തൊക്കെ നോക്കിയാൽ ഈവൻ ശിവൻ പോലും സന്നിധിശ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ എന്തിനും ഏതിനും ആർക്കാണെങ്കിലും അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകേണ്ട കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ ആലോചിച്ച് വരുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും രണ്ടാണ്. അതായത് വന്നു പോകേണ്ട കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. മറിച്ച് നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് വരുത്തുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കുന്നോ അത് നിങ്ങളുടെ ചിന്തയിൽ എപ്പോഴെങ്കിലും വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തീർച്ചയായിട്ടും നന്നായിട്ട് നല്ല ചിന്ത മാത്രം കൊണ്ടുവരിക. അതേപോലെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുക. അപ്പോൾ തന്നെ ഒന്നെങ്കിൽ ആ സെക്കൻഡ് തന്നെ 3 സെക്കൻഡിനുള്ളിൽ ക്യാൻസൽഡ് എന്ന് പറയുക. അതല്ലെങ്കിൽ ഡിലീറ്റ് എന്ന് പറയുക. അപ്പോൾ അത് ഇല്ലാണ്ടാകുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. സദാസമയവും നിങ്ങൾ പണത്തിൻ്റെ പിക്ചർ കാണുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ വാട്സാപ്പൊക്കെ ഫോണിലെ നിങ്ങളുടെ പിക്ചറിലുണ്ടല്ലോ, പ്രൊഫൈൽ പിക്ചറൊക്കെ നിങ്ങൾ ഇടുക, പണത്തിൻ്റെ പിക്ചർ ഇടുക, നിങ്ങൾക്ക് ആഗ്രഹമുള്ള അദ്ദേഹം പിക്ചർ ഇടുക, അബണ്ടൻസിൻ്റെ പിക്ചർ ഇടുക, എപ്പോഴും അബണ്ടൻസിനെ കുറിച്ച് കേൾക്കുക. അങ്ങനെ എപ്പോഴും ധനത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയിടുക. അങ്ങനെയൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് വരുന്നതാണ്. ഉടനെയൊന്നുമല്ല, അതൊക്കെ സാവകാശം ഏതായാലും നമ്മളെന്താണോ നമ്മുടെ ന്യൂറോപ്പാത്തിലേക്ക് കൊടുക്കുന്നത് അത് നമ്മളിലേക്ക് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക, നന്മയെക്കുറിച്ച് മാത്രം സ്വപ്നം കാണുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു.